എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ക്രിസ്മസ്. ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോ മൂവിയെ കുറിച്ചിട്ടാണ്. ഞാൻ കണ്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കണ്ടു. അവരൊക്കെ പറഞ്ഞു നല്ല അടിപൊളി സിനിമയാണ്, ഹൗസ്ഫുള്ളാണ് എന്നാണ് പറഞ്ഞത്. പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്ത് തന്നെയാലും തീർച്ചയായും അടുത്ത് തന്നെ പോകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഷയമായിരിക്കുന്നത് മാർക്കോ മൂവിനെ കുറിച്ചിട്ടാണ്. കാരണം രണ്ട് പ്രമുഖ നടന്മാർ ആ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ മാർക്കോ സിനിമ നല്ല ഹിറ്റ് ആയതുകൊണ്ട് അവരുടെ സിനിമ ഇപ്പോൾ അടുത്ത് തന്നെ റിലീസാവുന്നതാണ്. അപ്പോൾ അവർക്കൊരു പേടി കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എങ്കിൽ അവർ പറഞ്ഞത് തീരെ ശരിയല്ല. മാർക്കോ ഗീർക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് ഒരു പ്രമുഖ നടൻ പറഞ്ഞത്. മറ്റേ നടൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലടി കുത്ത് വെട്ട് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയെ പറഞ്ഞത്. അവരങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. അപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പല നടന്മാരെയും കണ്ടിട്ട്, ടോവിനോ, ദുൽഖർ, അവരൊക്കെ അവരെ സിനിമ ഇറങ്ങുമ്പോഴും അവരുടെ മറ്റ് സിനിമകളൊക്കെ അതേ ഡേറ്റിന് ഇറങ്ങുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്താണ് പറയാറ്. അപ്പോൾ ഇവരും സപ്പോർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യല്ല ചെയ്തത്. ആ സിനിമയെ മാർക്കോ കീർക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. സുരാജ് വെഞ്ഞാറമൂട്, ജാഫർ ഇടുക്കി, ഇവർ രണ്ടുമാണ് ആ സിനിമയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു മൂവി, ഒരു ഇടി അങ്ങനെയുള്ള മൂവിയുടെ പ്രൊമോഷൻ വന്നപ്പോഴാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഫാമിലിക്കൊക്കെ പോകാൻ പറ്റുന്നതാണ്, ഇതിൽ അടി കുത്ത് വെട്ട് അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. മാർക്കോ മൂവി വയലൻസ് മൂവിയാണെന്ന് അവരത് ആ മൂവിയുടെ പ്രൊമോഷനിൽ തന്നെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല എന്നും ഒക്കെ അവരതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ആ സിനിമയെക്കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. ആ സിനിമ ഇപ്പോൾ നല്ല തിയേറ്ററിൽ നല്ല ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സിനിമയും കൂടി ഇറങ്ങുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഞങ്ങളതും കാണണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അടികുത്ത് എന്നൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അതിപ്പോൾ നല്ല ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ്. ഇപ്പോൾ ഹൗസ്ഫുള്ളാണ്, ടിക്കറ്റ് കിട്ടാൻ വരെ ഇല്ല എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആ സിനിമയെ അങ്ങനെ അപമാനിക്കണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ മൂവി അതും അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. കാരണം എല്ലാവരും പോയി കാണുന്നുണ്ട്. പക്ഷെ അത് തമാശ പോലെയായിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് അടി കുത്തൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷെ തമാശക്കാരും അങ്ങനെ പറയരുതെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം എന്ത് തന്നെയാലും അവരെല്ലാം ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ. ഇപ്പോൾ അവരോടാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്കും അതെന്തായാലും വിഷമാവില്ലേ. പ്രധാനമായിട്ട് അത് അത്രയും സക്സസ്സിൽ ഓടുന്ന സിനിമയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എന്ത് തന്നെയാലും എല്ലാവർക്കും ആർക്കായാലും വിഷമാവും. അവർ പറഞ്ഞ ക്ലിപ്പൊന്ന് കേൾപ്പിച്ചു തരാം. അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ഒരാൾ പറഞ്ഞ ക്ലിപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. കാരണം അടി കുത്തൊന്നുമില്ല എന്നൊക്കെ തമാശയൊക്കെ ആയിട്ടാണ് പറയുന്നതെങ്കിലും അങ്ങനെ പറയണ്ടായിരുന്നു തന്നെയാണ് അഭിപ്രായം. കാരണം ആ മൂവിയുടെ അകത്ത് പറയുന്നുണ്ട് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ കാണരുത്, പിന്നെ നല്ല മനോധൈര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, ഫാമിലി. മാർക്കോ കീർക്കോ എന്നല്ല ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിന്റെ രീതിയിൽ അത് വിജയിച്ചു. അതിന്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ. മറ്റേ ഈ പടം വിജയിക്കണേ, ഞങ്ങളുടെ പടം വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. ഇംഗ്ലീഷിലൊന്നുമില്ല. നിങ്ങളെ ഈ തോക്ക് പിടിച്ചോണ്ട് വിളിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ അകത്ത് ഒരു ആങ്കർ ചോദിച്ചത്. കാരണം നിങ്ങളുടെ സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമ ഒരു വെല്ലുവിളിയാകുമോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. പക്ഷേങ്കിൽ അതിന് രസകരമായ രീതിയിൽ തന്നെ ഉത്തരം പറയാമല്ലോ. കാരണം മാർക്കോ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നു, അപ്പോൾ അതുപോലെ ഞങ്ങളുടെ സിനിമ അതുപോലെ ഓടണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രസകരമായിട്ട് തന്നെ കൊടുക്കായിരുന്നു. പക്ഷെ മാർക്കോ കീർക്കോ എന്നും പറഞ്ഞ ആ മൂവി അങ്ങനെ പറയണ്ടായിരുന്നു എന്നാണ് അഭിപ്രായം. അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ അടുത്തിരുന്ന ആക്ട്രസിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കാരണം അങ്ങനെ ആ ഒരു മറുപടി അവരും പ്രതീക്ഷിച്ചില്ല പറയുന്നുള്ളത്. എന്ത് തന്നെയാലും എല്ലാവരും സിനിമയിൽ വരുന്നത് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. സുരാജ് വെഞ്ഞാറമൂടായാലും ജാഫർ ഇടുക്കിയൊക്കെ ആയാലും അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നതെന്ന് പറയുന്നില്ലേ. അപ്പോൾ അതുപോലെ വന്ന് ഒരു മൂവിയൊക്കെ എടുത്ത് അത് ഹിറ്റാവുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമയുടെ കുറിച്ചിട്ട് ഉണ്ണി മുകുന്ദൻ പറയുന്നതും കൂടി നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഇടിവിട്ട് ആക്ഷൻ പടം ചെയ്യണമെന്നാണ് എന്നെ സംബന്ധിച്ച്. മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. അപ്പോൾ പൃഥ്വിരാജ്, ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ്. പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ. എനിക്ക് കൂടെ ചെയ്യുന്നത് ഒരു പൃഥ്വിരാജ് വില്ലനായിട്ട് വരും. പൃഥ്വിരാജ് വില്ലനായിട്ട് പിടിക്കില്ല. പക്ഷേ ആർക്കും പോകുന്ന സിനിമകൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞാൻ സ്റ്റൈൽ മൂവിക്ക് ശേഷമാണ് ഒരു ഇതുപോലൊരു ആക്ഷൻ മൂവി ചെയ്യുന്നത്. പിന്നെ ആ മൂവിയിലേക്ക് വന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടാണ്
മൂവിയിലേക്ക് എത്തിയതെന്നും അതിനെക്കുറിച്ചൊക്കെ എഫേർട്ടിനെ കുറിച്ചിട്ട് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്ത് നല്ല ഒരു സക്സസ് ആയ മൂവി ഇങ്ങനെ ആയി നിൽക്കുമ്പോൾ ഇതുപോലെ പറയണ്ടായിരുന്നു. കാരണം അവരൊക്കെ ഒരുമിച്ച് അഭിനയിച്ചവരല്ലേ. അപ്പോൾ ആ ഒരുമിച്ച് അഭിനയിച്ചവരെ അവർ തന്നെ അങ്ങനെ പറയുമ്പോൾ എന്ത് കഴിഞ്ഞാലും വിഷമം ഉണ്ടാകും. അപ്പോൾ മാർക്കോ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത്രേ പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്നല്ല, എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയായിരിക്കും. അങ്ങനെ ആ മൂവി അതിനെക്കുറിച്ചിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ അവർ ഇനി പറയും നമ്മളൊരു തമാശ രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്കത് നല്ല രീതിയിൽ തന്നെ അത് പ്രൊമോട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് സക്സസ് ആയിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഞങ്ങളുടെ മൂവി അതുപോലെ സക്സസ് ആവണമെന്ന് അവർക്ക് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇതിപ്പോൾ അവരാ പറഞ്ഞതിനോട് എനിക്കും അത് കേട്ടപ്പോൾ അതിന് യോജിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം.